ട്രേഡിംഗിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലോസ് വരുന്നുണ്ടോ? നമ്മൾ മാസങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒറ്റ ദിവസം കൊണ്ട് മാർക്കറ്റിൽ പോകുമ്പോഴുള്ള ആ ഒരു വിഷമം അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ? മാർക്കറ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു ഐഡിയയും ഇല്ലാതെ പലരുടെയും ടിപ്സും യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ട് അതിന്റെ ആ ഒരു കൺഫ്യൂഷനിൽ എടുക്കുന്ന ട്രേഡുകളെല്ലാം നഷ്ടത്തിലെത്തുന്ന ഒരവസ്ഥ. പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ട്രേഡിംഗ് ഫീൽഡിലേക്ക് വരുന്ന മിക്കവാറും ആളുകൾ, ഏകദേശം 90% ആളുകളും ഫെയിൽ ആകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം അവർ കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മാർക്കറ്റിനെ അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്. അവർ ട്രേഡിങ്ങിനെ ലോട്ടറി പോലെയാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗാംബ്ലിംഗ്. എന്നാൽ ജയിക്കുന്ന ആ ഒരു ചെറിയ ശതമാനം ആളുകളില്ലേ, അവർ ആ ട്രേഡിങ്ങിനെ ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തീരാത്ത ടിപ്സിനും കോംപ്ലിക്കേറ്റഡ് ചാർട്ടുകൾക്കും പുറകെ പോയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയവും പണവും ഒക്കെ കളയുന്നത് നമുക്ക് ഇവിടെ തന്നെ നിർത്താം. ഒരു തുടക്കക്കാരന് സീറോയിൽ നിന്ന് തുടങ്ങി സ്ഥിരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 ഗോൾഡൻ റൂൾസ്, അതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ ഒരു വലിയ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് തരുന്ന വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇത് നിങ്ങളുടെ ട്രേഡിങ്ങിനോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള വീഡിയോ ആണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മളിൽ പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് തന്നെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നൊരു ചിന്തയിലാണ്. ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന അതേ മൈൻഡ് സെറ്റിൽ ആരെങ്കിലും ഒരു സ്റ്റോക്കിന്റെ പേര് പറഞ്ഞാൽ അതിന്റെ ബിസിനസ് എന്താണെന്നോ അല്ലെങ്കിൽ എന്തിനു വാങ്ങുന്നു എന്നൊക്കെ ഡീപ്പായിട്ട് ചിന്തിക്കാതെ, അതിനെപ്പറ്റി പഠിക്കാതെ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ട്രേഡിംഗ് അല്ല, പക്ക ഗാംബ്ലിംഗ് തന്നെയാണ്. ഒരു റേസിൽ പന്തയം വെക്കുന്ന പോലെ നിങ്ങളുടെ കുതിര ജയിക്കാം തോൽക്കാം, ഇവിടെ നമ്മുടെ കൺട്രോളിൽ ഒന്നുമില്ല, എല്ലാം ഒരു ഭാഗ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇനി ജയിക്കുന്ന ആ ഒരു ചെറിയ ശതമാനം ട്രേഡർമാരെ നോക്കാം. അവര് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ ആവട്ടെ, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റർമാരാവട്ടെ, അവരെല്ലാം മാർക്കറ്റിനെ ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരാളെ പറ്റി ആലോചിച്ച് നോക്കൂ. അയാൾ സാധനങ്ങൾ ഹോൾസെയിൽ ആയിട്ട് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങും, അത് ബൈയിങ്, അതിനുശേഷം ഒരു പ്രോഫിറ്റ് മാർജിൻ വെച്ച് കൂടിയ വിലയ്ക്ക് വിൽക്കും, അത് സെല്ലിംഗ് ആണ്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാൻ അയാൾക്ക് ഇൻഷുറൻസ് പോലുള്ള റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റംസും ഉണ്ടാകും. എല്ലാ ദിവസത്തെയും വരവ് ചെലവ് കണക്കുകൾ അയാൾ ബുക്കിൽ എഴുതി വെക്കും. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഒരു പ്രൊഫഷണൽ ട്രേഡർ ഫോളോ ചെയ്യേണ്ടത്. അവർ ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് അതൊരു നല്ല ബിസിനസ് ആണ് എന്ന് അവർക്ക് ലോജിക്കലായിട്ട് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ്. എൻട്രി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എത്ര ലോസ് സഹിക്കാൻ തയ്യാറാണ് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അവർ ചെയ്യുന്ന ഓരോ ട്രേഡും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. ഇമോഷൻസിന് അടിമപ്പെടാതെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിന്റെ ബേസിലാണ് ഓരോരോ തീരുമാനവും എടുക്കുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റിലുള്ള മാറ്റമാണ് നിങ്ങളിൽ ആദ്യം വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാണോ അല്ലെങ്കിൽ ഒരു ഗാംബ്ലർ ആയിട്ടാണോ തുടരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. തീർച്ചയായിട്ടും ഒരു ബിസിനസ്സുകാരനാകാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആദ്യത്തെ റൂളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഗോൾഡൻ റൂൾ, സ്വന്തം അനാലിസിസിന്റെ പവർ. നിങ്ങൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ ഒരു മെസ്സേജ് വരുന്നു, ഈ സ്റ്റോക്കുകൾ നാളെ പറക്കും അല്ലെങ്കിൽ കുതിക്കും, ഇങ്ങനെ വരുന്ന ഇൻഫർമേഷനുകളുടെ മുകളിൽ ഉടൻ വാങ്ങിക്കൂ, നിങ്ങൾ വേറൊന്നും ആലോചിക്കാതെ കയ്യിലുള്ള പൈസ മുഴുവൻ അതിൽ തന്നെ കൊണ്ടുപോയി ഇടൂ എന്നൊക്കെ അവർ പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുന്നു. പിറ്റേ ദിവസം ആ സ്റ്റോക്ക് താഴേക്ക് ഇടിഞ്ഞു താഴുന്നു, നിങ്ങളുടെ അക്കൗണ്ട് ഫുൾ റൺ. ഇത് നിങ്ങൾക്ക് വളരെ നല്ല പരിചയമുള്ള ഒരു സീനാവാൻ സാധ്യതയുണ്ട്. ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലോജിക്കിനെ അല്ല മറ്റാരുടെയോ ടിപ്പിനെ കണ്ണടച്ച് വിശ്വസിച്ചതാണ് ഇതിന്റെ കാരണം. അപ്പൊ തീർച്ചയായിട്ടും ഒരു ട്രേഡർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാമത്തേത് തന്നെയാണിത്. അപ്പോൾ ഒന്നാമത്തെ റൂൾ ഇവിടെയാണ് വരുന്നത്. ഒരിക്കലും മറ്റൊരാളുടെ ടിപ്സിനെ മാത്രം വിശ്വസിച്ച് ട്രേഡ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം അനാലിസിസ് വെച്ച് തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ വരും, അതെങ്ങനെയാ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്? എനിക്ക് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി വലിയ കാര്യമായിട്ടുള്ള ഐഡിയ ഒന്നും ഇല്ലല്ലോ. തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യന് കൃത്യമായിട്ടുള്ള ആൻസർ ഉണ്ട്. ഇതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരു ബേസിക് ഐഡിയകളൊക്കെ ലഭിക്കുന്നതാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് തീരുമാനമെടുക്കാനും കഴിയുന്നതാണ്. ആ 2 കാര്യങ്ങൾ ഇവയാണ്: ഫണ്ടമെന്റൽ അനാലിസിസ്, രണ്ടാമത്തത് ടെക്നിക്കൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ഒരു ചെറിയ പാർട്ട്ണർ ആവുകയാണ്. അപ്പോൾ ആ ഒരു കമ്പനി നല്ലൊരു ബിസിനസ് ആണോ നടത്തുന്നത്, ഇത് നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണ്ടേ? അതാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഒരു കട തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു സ്ഥലം ഓക്കെ ആണോ, അവിടെ കച്ചവടം നടക്കുമോ എന്നൊക്കെ നോക്കില്ലേ? അതുപോലെ തന്നെയാണ് ഒരു കമ്പനിയുടെ ആ ഒരു ഷെയർ നമ്മൾ വാങ്ങുമ്പോൾ ആ ഒരു കമ്പനി നല്ല രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണോ, ആ കമ്പനി ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയാണോ, കമ്പനിയുടെ ഹെൽത്ത് എങ്ങനെയാണ്, ഇവയൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആണിത്. കമ്പനി എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്, അവർക്ക് സ്ഥിരമായിട്ടുള്ള റവന്യൂ ഉണ്ടോ, പ്രോഫിറ്റബിൾ ആണോ, അവർക്ക് താങ്ങാൻ പറ്റാത്ത കടം വല്ലതും ഉണ്ടോ, ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് സ്ക്രീനർ അല്ലെങ്കിൽ മണി കൺട്രോൾ പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇതിനായിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാറ്റി വെച്ചാൽ പോലും ആ കമ്പനിയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ണുമടച്ച് അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങളെ ഒഴിവാക്കും. അപ്പൊ ഇനി രണ്ടാമത്തെ ആ ഒരു കാര്യമാണ് ടെക്നിക്കൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ് ഏത് സ്റ്റോക്ക് വാങ്ങണം എന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് എപ്പോൾ വാങ്ങണം, എപ്പോൾ
വിൽക്കണം എന്നുള്ള ഒരു കറക്റ്റ് ടൈം കണ്ടുപിടിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് മാർക്കറ്റിലെ ആളുകളുടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് താല്പര്യങ്ങളുടെ ചാർട്ടുകളിലൂടെ പഠിക്കുന്ന ഒരു രീതിയാണ്. ഒരു സ്റ്റോക്കിന്റെ വില എപ്പോഴും നേർരേഖയിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഒന്നും പോകാറില്ല. അത് ചില ഏരിയകളിൽ തട്ടി മുകളിലേക്കും താഴേക്കും ഒക്കെ പോകാറുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണുകൾ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതും കാണാൻ കഴിയും. ഒരു ഗ്രാഫ് നോക്കി ആളുകൾ എവിടെയാണ് കൂടുതൽ വാങ്ങാൻ താല്പര്യപ്പെടുന്നത് അഥവാ സപ്പോർട്ട് ലെവൽ എവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെയാണ് വിൽക്കാൻ എവിടെയാണ് ആൾക്കാർ ശ്രമിക്കുക, റെസിസ്റ്റൻസ് എവിടെയാണ്, ഇവയൊക്കെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഇൻഡിക്കേറ്ററുകളുടെ പുറകെ പോയി തലപോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ട്രെൻഡ് ലൈൻസ് അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ, ക്യാൻഡിൽസ്റ്റിക് പാറ്റേണുകൾ, ഇവയൊക്കെ ഒന്ന് ബേസിക് ആയിട്ട് പഠിച്ചാൽ മാത്രം നല്ല എൻട്രി പോയിന്റ് കണ്ടെത്താൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ ട്രേഡും പ്രോഫിറ്റിലാകും എന്നല്ല. പക്ഷേ ഓരോ തവണ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴും ഞാൻ എന്തിനാണ് ഈ ട്രേഡ് എടുക്കുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം തരാൻ കഴിയും. ആ ഒരു ഉത്തരം ഒരു ടിപ്പ് ആയിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം അനാലിസിസിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അതാണ് പ്രൊഫഷണൽ ട്രേഡർ ആകാനുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഗോൾഡൻ റൂളിലേക്ക് നമുക്ക് പോകാം. റിസ്ക് മാനേജ്മെന്റ് എന്ന ഷീൽഡ്. നിങ്ങളൊരു ക്രിക്കറ്റ് പ്ലെയർ ആണെങ്കിൽ, നിങ്ങളൊരു നല്ല ബാറ്റ്സ്മാൻ ആണ്, നല്ല ഷോട്ടൊക്കെ കളിക്കാൻ അറിയാം, ഇത് കരുതി ഒരു ഹെൽമെറ്റും പാടുമൊന്നും ഇല്ലാതെ നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ ഇറങ്ങാറുണ്ടോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം എത്ര നല്ല കളിക്കാരനാണെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് ബൗൺസർ മതി കളിക്കാരന് അപകടം ഉണ്ടാവാൻ അല്ലെങ്കിൽ കളി തീരാൻ. ട്രേഡിംഗിലെ നിങ്ങളുടെ ഹെൽമെറ്റും പാടുമാണ് റിസ്ക് മാനേജ്മെന്റ്. നിങ്ങൾ എത്ര നന്നായിട്ട് സ്റ്റഡി ചെയ്ത് ഒരു സ്റ്റോക്ക് കണ്ടുപിടിച്ചാലും കറക്റ്റ് റിസ്ക് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ഒറ്റ മോശം ട്രേഡ് മതി നിങ്ങളുടെ ഫുൾ അക്കൗണ്ട് കളിയാൻ. രണ്ടാമത്തെ റൂൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. എന്ത് വന്നാലും നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിട്ടുള്ള ലോസ് ഒറ്റ ട്രേഡിലും വരുത്തരുത്. ഇതിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്: 2% റൂളും സ്റ്റോപ്പ് ലോസ്. ഒന്നാമത്തേത് 2% റൂള്. ഇത് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ്. ഒറ്റ ട്രേഡിൽ ടോട്ടൽ ട്രേഡിംഗ് ക്യാപിറ്റലിന്റെ 2% കൂടുതൽ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ 1,00,000 രൂപയുണ്ട് എന്ന് കരുതുക. എന്നാൽ അതിന്റെ 2% എന്നാൽ 2,000 രൂപയാണ്. ഇതിനർത്ഥം നിങ്ങൾ എടുക്കുന്ന ഏതൊരു ട്രേഡിലും നിങ്ങൾക്ക് സംഭവിക്കാവുന്ന മാക്സിമം ലോസ് 2,000 രൂപയിൽ കൂടാൻ പാടില്ല. അപ്പൊ ഇത് നിങ്ങളുടെ പൊസിഷൻ സൈസിംഗ് വഴി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു റൂൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായിട്ട് 10 ട്രേഡുകൾ നഷ്ടത്തിലായാൽ പോലും നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 20% മാത്രമേ നിങ്ങൾക്ക് നഷ്ടമാകുകയുള്ളൂ. കളി തുടരാൻ നിങ്ങളുടെ കയ്യിൽ ബാക്കി ഇനിയും 80% ആ ഒരു പണം ബാക്കി ഉണ്ടാവും. ഈ റൂൾ പാലിക്കാത്തവരാണ് 1-2 ട്രേഡ് കൊണ്ട് അക്കൗണ്ട് സീറോ ആക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ് 2% റൂള്. രണ്ടാമത്തെ റൂള് സ്റ്റോപ്പ് ലോസ്. ബ്രേക്ക് ഇല്ലാത്ത ഒരു വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്. അത്രയ്ക്ക് ഡേഞ്ചറസ് തന്നെയാണ് ആ ഒരു വണ്ടി ഓടിക്കൽ. അതുപോലെ തന്നെയാണ് ഈ ഒരു ട്രേഡിംഗ്. ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റി ട്രേഡിംഗ് നമുക്ക് എതിരെ പോയാൽ എവിടെ വെച്ച് ആ ഒരു ചെറിയ ലോസ് അക്സെപ്റ്റ് ചെയ്ത് എക്സിറ്റ് ആകും എന്ന തീരുമാനം നമ്മൾ കൃത്യമായിട്ട് എടുക്കേണ്ടതുണ്ട്. ആ ഒരു പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ്. പലർക്കും സ്റ്റോപ്പ് ലോസ് വെക്കാൻ മടിയാണ്. കാരണം അതൊരു നഷ്ടം സമ്മതിക്കുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. സത്യം അതല്ല. സ്റ്റോപ്പ് ലോസ് ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. ഒരു ചെറിയ നഷ്ടം നമുക്ക് വന്നാൽ കൂടി വലിയൊരു സാമ്പത്തിക ദുരന്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു സേഫ്റ്റി ഷീൽഡാണ്. മാർക്കറ്റ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിൽ തന്നെ പോകണമെന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ തീരുമാനം തെറ്റാണ് എന്ന് മാർക്കറ്റ് പറയുമ്പോൾ അത് സമ്മതിച്ച് ആ ഒരു ചെറിയ നഷ്ടത്തിൽ ഇറങ്ങിപ്പോരാനുള്ള ഒരു മെച്യൂരിറ്റിയാണ് ഒരു പ്രൊഫഷണൽ ട്രേഡറെ ഒരു സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഓരോ ട്രേഡിലും ജയിക്കുന്നതല്ല, മറിച്ച് ഈ കളിയിൽ പിടിച്ചു നിൽക്കുന്നതിലാണ് വലിയ കാര്യം. ചെറിയ ചെറിയ പരിക്കുകൾ പറ്റിയാലും ജീവനോടെ അടുത്ത അവസരത്തിനായിട്ട് റെഡിയാവാൻ റിസ്ക് മാനേജ്മെന്റ് നിങ്ങളെ സഹായിക്കും. നഷ്ടങ്ങളെ പേടിക്കാതെ അതിനെ നിങ്ങളുടെ ബിസിനസിന്റെ ഒരു ചെറിയ ചെലവായിട്ട് കണക്കാക്കാൻ പഠിക്കുക. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഗോൾഡൻ റൂളിലേക്ക് പോകാം. ഡിസിപ്ലിൻ എന്ന ആങ്കർ. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്, നഷ്ടം വരാതിരിക്കാൻ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ കടലിൽ ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ കപ്പലിനെ ഒരിടത്ത് പിടിച്ചു നിർത്താൻ ഒരു ആങ്കർ ഇല്ലെങ്കിൽ എന്ത്? കപ്പൽ അങ്ങനെ കാറ്റിലും തിരയിലും ഒക്കെ പെട്ട് കൺട്രോൾ പോയിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒഴുകി പോകാതിരിക്കാൻ തീർച്ചയായിട്ടും ഒരു നങ്കൂരം നമുക്ക് ആവശ്യമുണ്ട്. ട്രേഡിംഗിലെ ഈ ഒരു കൊടുങ്കാറ്റാണ് നമ്മുടെ ഇമോഷൻസ് ആയിട്ടുള്ള ഫിയറും ഗ്രീഡും. അതിനെ പിടിച്ചു നിർത്തുക എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യം. ആ ഒരു ആങ്കറാണ് ഡിസിപ്ലിൻ. മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റുമായിട്ടുള്ള റൂള് തന്നെയാണ് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത്. എന്ത് സംഭവിച്ചാലും ആ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഒരു ട്രേഡറുടെ ഏറ്റവും വലിയ ശത്രു മാർക്കറ്റ് അല്ല, ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. ഗ്രീഡ് ഒരു ട്രേഡ് ലാഭത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി കിട്ടും എന്ന് കരുതി പ്രോഫിറ്റ് എടുക്കാതെ വെയിറ്റ് ചെയ്യും. അവസാനം മാർക്കറ്റ് തിരിഞ്ഞ് കയ്യിൽ വന്ന ലാഭം കൂടി നഷ്ടമാണ്. അതേസമയം ഭയമാകട്ടെ, മാർക്കറ്റ് ചെറുതായിട്ട് താഴോട്ട് വരുമ്പോൾ തന്നെ പേടിച്ച് കയ്യിലുള്ള നല്ല സ്റ്റോക്കുകളൊക്കെ വിറ്റൊഴിവാക്കും. അല്ലെങ്കിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി മുന്നിൽ കണ്ടിട്ടും പണം പോകുമോ എന്ന പേടി കാരണം ട്രേഡ് എടുക്കാതെ
മാറും. ഈ രണ്ട് ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഡിസിപ്ലിൻ. അതിനായിട്ട് രണ്ട് ടൂൾസ് നിങ്ങളെ സഹായിക്കും, ട്രേഡിംഗ് പ്ലാനും ട്രേഡിംഗ് ജേർണലും. അപ്പോൾ എന്താണ് ട്രേഡിംഗ് പ്ലാൻ? മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കൂളായിട്ടിരുന്ന് നിങ്ങൾ തയ്യാറാക്കുന്ന സ്വന്തം റൂൾ ബുക്കാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം വേണം. എൻട്രി ഏത് സിറ്റുവേഷനിലാണ് ഞാൻ ഒരു സ്റ്റോക്ക് വാങ്ങുക, ഉദാഹരണം ഒരു പ്രത്യേക പാറ്റേൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിലായിരിക്കണം നമ്മൾ ഒരു എൻട്രി എടുക്കേണ്ടത്. അതുപോലെ തന്നെ എക്സിറ്റ്, എവിടെയാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ ആ ഒരു നഷ്ടം അക്സെപ്റ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് എടുത്ത് പുറത്തേക്ക് വരിക. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് റിസ്ക്, ഈ ട്രേഡിൽ എന്റെ ക്യാപിറ്റലിന്റെ എത്ര ശതമാനം റിസ്ക് ഞാൻ എടുക്കാൻ തയ്യാറാണ് എന്നുള്ളത്. മുമ്പ് പറഞ്ഞ ആ ഒരു 2% റൂൾ തന്നെയാണിത്. മാർക്കറ്റ് ലൈവ് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ കൂടുമ്പോൾ ആ നേരത്തുള്ള ഇമോഷൻസിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ നിങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. ഇനി നമുക്ക് ട്രേഡിംഗ് ജേർണൽ എന്താണെന്ന് കൂടി നോക്കാം. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ വിജയത്തിൽ നിന്നും അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പരാജയങ്ങളിൽ നിന്നും പഠിക്കാൻ ട്രേഡിംഗ് ജേർണൽ നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എടുക്കുന്ന ഓരോ ട്രേഡും ഒരു ഡയറിയിൽ എഴുതി വെക്കുക. ഏത് സ്റ്റോക്കാണ് വാങ്ങിയത് അല്ലെങ്കിൽ വിറ്റത്, എന്ത് കാരണം കൊണ്ടാണ് ആ ട്രേഡ് എടുത്തത്, ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു, ഭയമാണോ, കോൺഫിഡൻസ് ആണോ, അല്ലെങ്കിൽ ഗ്രീഡിനെസ് ആണോ, ഇതൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ട്രേഡിംഗിന്റെ റിസൾട്ട് എന്താണ്, ലാഭമാണോ നഷ്ടമാണോ, ഇതൊക്കെ എഴുതണം. അതുപോലെ തന്നെ ആ ട്രേഡിംഗിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിച്ചു, അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ആഴ്ചയുടെയും അവസാനം ഈ ജേർണൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഞാൻ എപ്പോഴും പ്രോഫിറ്റ് ടാർഗറ്റിന് മുമ്പ് പേടിച്ച് വിൽക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് എപ്പോഴും താഴേക്ക് മാറ്റി വെക്കുകയാണല്ലോ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആ ഒരു ഡിസിപ്ലിന്റെ പിഴവുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ജേർണൽ സഹായിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു വലിയ ഒരു ഏരിയ നമ്മൾ ഏതാണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി ഒരു കൺക്ലൂഷനിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്, എന്താണ് ആ ഒരു 3 ഗോൾഡൻ റൂൾസ്? ടിപ്പുകൾക്ക് പുറകെ പോകാതെ സ്വന്തമായിട്ട് സ്റ്റഡി ചെയ്ത് കാരണങ്ങൾ കണ്ടെത്തി ട്രേഡ് ചെയ്യുക. റിസ്ക് മാനേജ്മെന്റ് എന്നാൽ നിങ്ങളുടെ ക്യാപിറ്റലിനെ ഒരു ഷീൽഡ് പോലെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത് ഡിസിപ്ലിൻ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ പ്ലാനിൽ ഒരു ആങ്കർ പോലെ ഉറപ്പിച്ചു നിർത്തുക. ഈ 3 റൂൾസും ഒരുമിച്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ലക്ക് പരീക്ഷിക്കുന്ന ആളിൽ നിന്ന് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ട്രേഡറായിട്ട് മാറാൻ കഴിയുന്നത്. ഇതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികളോ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ കോഴ്സുകളോ ഒന്നും ആവശ്യമില്ല. വേണ്ടത് കോമൺ സെൻസും ക്ഷമയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിപ്ലിനുമാണ്. അപ്പൊ ഇനി നിങ്ങൾ പറയൂ, ഒരു ടിപ്സ് എടുക്കുന്ന ട്രേഡർ ആവാനാണോ അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യുന്ന ലോജിക്കൽ ട്രേഡർ ആകാനാണോ നിങ്ങൾക്ക് താല്പര്യം? ട്രേഡിംഗിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഓരോ കമന്റുകൾക്കും ഞാൻ പരമാവധി മറുപടി നൽകുന്നതാണ്. ഈ 0 to Profitable സീരീസിലെ അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ ഒരു പ്രൊഫഷണൽ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാക്കാം എന്ന് കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഈ അറിവുകൾ നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.